കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ രാജ്ഭവനിലേക്ക് LDFന്റെ പ്രതിഷേധ മാർച്ച്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ പോലും സുരക്ഷയില്ലെന്നും രാജ്യം സമ്പൂർണ്ണ അരാജകത്വത്തിലേക്ക് മാറിയെന്നും ആനാവൂർ നാഗപ്പൻ കുറ്റപ്പെടുത്തി. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷാംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത BJP സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു LDFന്റെ രാജ്ഭവൻ മാർച്ച്. പാർലമെന്റിലെ അനിഷ്ട സംഭവവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിമർശനമുന്നയിക്കുന്ന അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാരെ രാജ്ഭവന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഗുരുതരമായ പ്രശ്നമുണ്ടായിട്ടും പാർലമെന്റിൽ പ്രസ്താവന നടത്താൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്നും ഇക്കാര്യം ആവശ്യപ്പെടുന്ന പാർലമെന്റ് അംഗങ്ങളെ മുഴുവൻ സസ്പെൻഡ് ചെയ്യുകയാണെന്നും ആനാവൂർ കുറ്റപ്പെടുത്തി. ഇവിടെ പാർലമെന്റിനകത്ത് അക്രമികൾ കഴിഞ്ഞാടാൻ തോക്കുമായി വരാൻ അവസരമുണ്ടാക്കിയ അതിനുവേണ്ടി പാസ് കൊടുത്ത MP-യുടെ പേരിൽ ഭരണകക്ഷിയായതുകൊണ്ട് ഒരു നടപടിയുമില്ല. പാർലമെന്റിൽ ഇത്രയേറെ ഭീകരമായൊരവസ്ഥയുണ്ടായപ്പോഴും ആ ഭീകരാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഭരണകക്ഷി പ്രതിപക്ഷ നേതാക്കന്മാരെ സസ്പെൻഡ് ചെയ്യുക എന്ന കാടത്തത്തിലേക്ക് പാർലമെന്റ് എത്തി. ഈ പാർലമെന്ററി ജനാധിപത്യ വിരുദ്ധമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി രാജ്യവ്യാപകമായ പ്രക്ഷോഭ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചത്. പാർലമെന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ മുന്നണി രാജ്യത്താകെ നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് കേരളത്തിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.